ഇപ്പോ ഈ പടിയിലൂടെ മുരളിയും മണിക്കുട്ടിയും ഉരുണ്ടു വന്നത് ഇതെല്ലാം ചിലപ്പോ ഈ കുട്ടിപ്പിശാചുക്കളുടെ വേലയായിരിക്കും. ഇവളുമാരുടെയൊക്കെ മുഖം കാണുമ്പോൾ ആഗ്രഹിച്ച കാര്യം നടക്കാത്തതിന്റെ വിഷമം കാണുന്നുണ്ട്. എടി ശ്വേതേ, ഇനിയും നിന്നെ ഇങ്ങനെ വെറുതെ വിട്ടാൽ എന്റെ പെങ്ങളുടെ ജീവൻ തന്നെ നീ ഇല്ലാതാക്കും. നീ കാത്തിരുന്നോടി, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് വേഗം നടക്കുക. നിങ്ങളെയൊക്കെ വിശ്വസിച്ചതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. വേണ്ട വേണ്ടെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ അല്ലേ? എന്നിട്ടിപ്പോ കാര്യങ്ങളൊക്കെ തലതിരിഞ്ഞത് കണ്ടില്ലേ? ഇതിനിടയ്ക്ക് മുരളീട്ടന് വല്ലതും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്താനെ? അല്ല, പൗർണമി എവിടെ പോയി? ശരിയാണല്ലോ, നമ്മൾ കാണാതെ എവിടേക്ക് പോയി? പൗർണമി, പൗർണമി എവിടെ പോയി കുട്ടി മാളു? മണിക്കുട്ടി, എന്തു പറ്റി മോളെ? കാലിന് എന്തെങ്കിലും പറ്റിയോ? ഇല്ല ചേച്ചി, എന്റെ കയ്യിൽ കിടന്ന മോതിരമില്ലേ, അത് ഒടിഞ്ഞു പോയി. ഇത്രയുള്ളോ? വേറെ വാങ്ങിച്ചിരുന്നാ പോരെ? ഇതിനൊക്കെ ആരെങ്കിലും കരയോ എന്റെ മണിക്കുട്ടി? ഇതങ്ങനെയല്ല. ഇത് ഞാൻ വയസ്സറിയിച്ച സമയത്ത് മുരളിയേട്ടൻ നേരിട്ട് വന്ന് എന്റെ മഞ്ഞൾ നീരാട്ടൊക്കെ നടത്തി എന്റെ കയ്യിലിട്ട് തന്ന മോതിരം. കുട്ടി മാളു, നല്ല മണം വരുന്നുണ്ടല്ലേ? കുട്ടാ, ഈ പെർഫ്യൂം ഇല്ലേ, 3000 രൂപ കൊടുത്ത് വാങ്ങിയതാ. ഇന്നലെയാ വാങ്ങിച്ചത്. നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. കൊടുത്ത കാശിന് എന്തായാലും മുതലായി. നോ മെൻഷൻസ്. ഭഗവാനെ, ഇത് നെയ്ക്കാത്ത് വറുക്കുന്ന അണ്ടിപ്പരിപ്പിന്റെ മണമാണെന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ അതിനകത്തിട്ട് തന്നെ പൊരിച്ചേനെ അവള്. കുട്ടിമാളു, കുട്ടിമാളു. അമ്മായി, ചെറിയമ്മായി, മഹേഷേട്ടാ, എല്ലാവരും പാൽപ്പായസം എടുത്തോളൂ. എന്താ പെട്ടെന്നൊരു പായസമൊക്കെ? മുരളിയേട്ടൻ ഇന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് പോയില്ലേ, അതുകൊണ്ടാ ഇന്ന് ഞാൻ പായസം ഉണ്ടാക്കിയത്. മുരളിയേട്ടൻ എന്റെ കയ്യിലിട്ടിരുന്ന മോതിരം പൊട്ടിപ്പോയില്ലേ, അതിനു പകരം പുതിയത് വാങ്ങിത്തരാന്ന് പറഞ്ഞു. ആ സന്തോഷത്തിനാ ഞാൻ പായസം ഉണ്ടാക്കിയത്. മില്ലിലേക്ക് പോകുന്ന വഴി മുരളിയേട്ടൻ വാതുക്കെ വെച്ച് എന്നോടത് പറഞ്ഞിട്ടാ പോയേ. അതെ പൗർണമി, മുരളി നിനക്ക് മോതിരം മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്റെ വീട്ടിൽ പായസം ഉണ്ടാക്കി അവിടുന്നല്ലേ നീ ഞങ്ങൾക്ക് എടുത്തോണ്ട് തരേണ്ടിയിരുന്നത്. അളിയ, വണ്ടി നിർത്തിക്കേ. ആ പറയടാ അളിയ. ശ്വേത ഇപ്പൊ വീട്ടിൽ നിന്ന് കാർ കൊടുത്തിറങ്ങി. ഓ ശരി ശരി, ഞാൻ നോക്കിക്കോളാം. നീ അവളെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണേ.
ശ്രദ്ധിച്ചോണേ കണ്ണാ, അവൾ ചില്ലറക്കാരിയാണെന്നൊന്നും കരുതണ്ട. അവൾക്ക് ഒരു സംശയം തോന്നാത്ത രീതിയിൽ നൈസായിട്ട് വേണം ഫോളോ ചെയ്യാൻ. ഓക്കെ അളിയാ, ആ കാര്യം ഞാനിട്ടു. ഒരു കാര്യം ചെയ്യ്, നീ വണ്ടി എടുക്കുക. അവനെന്തായാലും അവളെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. എന്റെ ഭഗവതി, എന്റെ ജീവിതത്തിൽ നല്ല ഒന്നും സംഭവിപ്പിക്കില്ലെന്ന് നീ തീരുമാനിച്ചിരിക്കുകയാണോ? ഈ ലോകത്തിൽ എനിക്ക് മറ്റാരും ഇല്ലെന്ന് അറിയാലോ. ആകെയുള്ള സ്വന്തം എന്റെ അമ്മയും മുത്തശ്ശി മാത്രം. അവരെ രണ്ടുപേരെ എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകരുത്. ഞാൻ എങ്ങനെ ഇപ്പൊ അവരെ രക്ഷിക്കുക? നീ എന്റെ അമ്മയും മുത്തശ്ശി എന്റെ അടുത്തുനിന്ന് കൊണ്ടുപോയാ ഞാൻ വല്ല വിഷവും കഴിച്ച് ആത്മഹത്യ ചെയ്യും. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തില് കല്യാണത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ആലോചിക്കാതെ എടുത്തിയാടി ഒന്നും ചെയ്യല്ലേ. അതെ അമ്മേ, സൂക്ഷിച്ചു ചെയ്യണം. അതെ ശാരദേ, ആ പെണ്ണിനും ചെറുക്കനെയും കാണാൻ എന്തൊരു പൊരുത്തമായിരുന്നല്ലേ. ആഘോഷമായിട്ട് അവർ ഈ കല്യാണം നടത്തിയേ. ഇതുപോലെ നമ്മുടെ മണിക്കുട്ടിക്ക് ഒരു കല്യാണം നടന്നിരുന്നെങ്കിൽ സമാധാനത്തോടെ എനിക്കങ്ങ് മരിക്കായിരുന്നു. എന്താ അമ്മ ഇത്? അമ്മ എന്തിനാ ഇപ്പം മരണത്തെ പറ്റിയൊക്കെ പറയുന്നത്? അവളും മുരളിയും അല്ലാതെ ആരെയും കല്യാണം കഴിക്കില്ലല്ലോ. എനിക്ക് വിശ്വാസമുണ്ട് മുരളിയുടെ അവളുടെയും കല്യാണം നടക്കും. കുറച്ച് വൈകുമായിരിക്കും. എല്ലാ ഭാരവും ആ ദേവിയെ ഏൽപ്പിച്ച് നമുക്ക് കാത്തിരിക്കാം. സമയമാകുമ്പോൾ അവൾ നടത്തിക്കോളും. എന്തൊരു വെയിലാ ശാരദ, ഇത് സഹിക്കാൻ പറ്റുന്നില്ല. നീ എന്താടാ പറയണ? മഹേഷ് വേണ്ട, ഇവൻ നുണ പറയാ. പറയുന്നേക്ക് വേണ്ട. നീ സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല മാഡം. പോവാൻ ശ്വേത, നീ എന്തിനാ അവനെ വിടും? പ്ലീസ് വിട് മഹേഷ്. എനിക്ക് ഇപ്പോഴെല്ലാം മനസ്സിലായത്. ഗ്രാമത്തിന്റെ അതിർത്തി വിട്ടു പോയിട്ടും ആ ശക്തി പൗർണമിയെ സഹായിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വണ്ടി തന്നെ ദിശ മാറി ഓടിയത്. ഒടുവിൽ ആ പൗർണമിയുടെ സഹായം കൊണ്ട് എനിക്ക് ജീവൻ തിരിച്ചു കിട്ടേണ്ട അവസ്ഥയായി. അത് ഓർക്കുമ്പോ തന്നെ എനിക്ക് എന്തൊരു നിസ്സഹായ അവസ്ഥയാണിത്. ഇതിലും ഭേദം വല്ല വിഷം കുടിച്ച് ചത്ത മതിയായിരുന്നു. എടി, എന്ത് വിഡിത്തോയി പറയുന്നേ? കാര്യമായിട്ട് തന്നെ പറയുന്നത്. ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം. ശ്വേത, നമസ്കാരം ചേട്ടാ. ആ, നിങ്ങൾ വന്നോ? മോതിരം റെഡിയായോ? ആ, റെഡി ചേട്ടാ. എവിടെ കാണിച്ചേ? ആ, ഇതാ. വളരെ നന്നായിട്ടുണ്ട്. നിങ്ങൾ ഇരിക്കെ. മണിക്കുട്ടി, മണിക്കുട്ടി, ആ മുരളിയേട്ടാ, ഇങ്ങോട്ട് വാ. ദാ വരുന്നു മുരളിയേട്ടാ. എന്തു പറ്റി മുരളിയേട്ടാ? മണിക്കുട്ടി, ദേ നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഓർഡർ ചെയ്ത മോതിരം ദേ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മോതിരം ഞാൻ ഇവക്ക് വേണ്ടി പണിയിച്ചതാ. അവളുടെ കയ്യിലേക്ക് ഞാൻ കൊടുത്തേക്ക്. വേണ്ട മുരളിയേട്ടാ. വാങ്ങിച്ചോളൂ. എന്നോട് ക്ഷമിക്കും മണിക്കുട്ടി. എന്താ മുരളിയേട്ടാ ഇത്? എന്നോട് എന്തിനാ ക്ഷമ ചോദിക്കുന്നേ? ഇത് കൊള്ളാലോ. അതിനൊരു കാരണമുണ്ട് മണിക്കുട്ടി. പഴയതൊന്നും തള്ളിക്കളയേണ്ടതല്ലെന്നും അത് സൂക്ഷിക്കുന്നവർക്ക് പ്രിയപ്പെട്ടതാണെന്നും ഇതിലൂടെ നീ എന്നെ പഠിപ്പിച്ചിരിക്കുക മണിക്കുട്ടി. ചിത്ര